ഹലോ, ഞാൻ ജേസൺ ചാക്കോ. നിങ്ങൾക്കറിയാമോ, നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വികാസം പോലെയാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ മനസ്സിനെ വികാസപ്പെടുത്തുന്നുവോ, വലുതാക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതവും ആയിത്തീരുന്നത്. ആദ്യം നമ്മൾ ചിന്തിച്ചതിന് ശേഷം അത് വിശ്വസിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മറിയുന്നത്. അപ്പോൾ സാധാരണഗതിയിലൊരു മനുഷ്യൻ, നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ മൈൻഡ് സെറ്റാണ് പൊതുവെ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. വിദ്യാസമ്പന്നരായവർ വരെ ചിന്തിക്കുന്നത് ഒരു പ്യൂൺ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അവന് മനസ്സ് അങ്ങനെയാണ് പരുവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സ് പരിമിതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവനൊരു പരിധി വിട്ട് വളരാനായിട്ട് കഴിയില്ല. കാരണം അവൻ്റെ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അവൻ ചിന്തിക്കാത്തടത്ത് അവൻ എത്തിച്ചേരാൻ പലപ്പോഴും കഴിയുകയുമില്ല. എന്നാൽ ഒരുവൻ എത്ര താഴ്ന്ന ഒരവസ്ഥയിലാണെങ്കിലും അവൻ അങ്ങേയറ്റം വരെയും ലക്ഷ്യം വയ്ക്കുവാൻ, അവൻ അകലം കാണുവാൻ, അവന് ഭാവനയിൽ കാണുവാൻ, അവന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയും. സൂര്യനെ അവൻ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അവന് ചന്ദ്രനിൽ വരെയും എങ്കിലും എത്തിച്ചേരുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു 10-50 വയസ്സായവരോ ഒരു 60 വയസ്സായ ആളോ ആയിരിക്കാം, അല്ലെങ്കിൽ 40 വയസ്സായ ആളായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മോഹങ്ങൾ മരവിച്ച് കാണും, മോതിരക്കൈ മുരടിച്ച് കാണും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ നിങ്ങൾ മരിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയേക്കാൾ വളരെ ബഹുകാലം അകലെ പോകുവാനായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും അത്യധികം സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള സമ്പത്തുകളുണ്ട്. എന്നാൽ അത് ഓരോ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഈ സമ്പത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും വികസിക്കണം. ഇത് വരണമെങ്കിൽ നമ്മൾ ഈ പണം ഇരിക്കുന്നയാളുടെ ഒരു സേവനമോ ഒരു ഉൽപ്പന്നമോ കൊടുക്കുമ്പോൾ അയാളിലിരിക്കുന്ന പണം നമ്മുടെ അടുത്തേക്ക് അതിൻ്റെ വിലയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നമോ സേവനമോ കൊടുക്കുന്നതനുസരിച്ച് അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പലതും കൊടുക്കുവാൻ കഴിയും. നമുക്ക് വരുമാന മാർഗങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ ടാലൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളുമായി ബന്ധപ്പെട്ടാണ്. ആ കഴിവുകളിലായി നമുക്ക് എന്തിലാണോ കഴിവുകളുള്ളത് ആ കഴിവിലാണ് നമ്മുടെ പ്രവർത്തന മേഖല. അപ്പോൾ അതെല്ലാം മരവിച്ചിരിക്കുകയായിരിക്കാം. എന്നാൽ അതിന് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അതിനെല്ലാമുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നിങ്ങളുടെ കഴിവുകളെ ഒന്നും വിനിയോഗിക്കാതെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ ഞാൻ മരിച്ചു പോവുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വഴിയിൽ ബഹുദൂരം പോകുവാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഇനിയും ഒരു നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങൾക്ക് ഇനിയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ എന്തുമാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾക്ക് പോകുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂണിയുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തികമായ നില വളരെ മെച്ചപ്പെടുവാൻ സാധിക്കും. ഞാൻ വിദേശത്ത്, പ്രത്യേകിച്ച് സൗദിയിലെ മറ്റ് രാജ്യങ്ങളിലുമുള്ള അനേകർ ജോലി ചെയ്യുന്നവർ, അവർ ഞരങ്ങിയാണ് പലരും അവിടെ ജീവിക്കുന്നത്. ഒന്ന്, അവരാഗ്രഹിച്ച ഒരു സന്തോഷത്തിലേക്ക്, അവിടെ ഒരു വരുമാനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒന്ന്. രണ്ട്, അവരാഗ്രഹിച്ച ജീവിതം നടത്താൻ കഴിയുന്നില്ല. അപ്പം നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അനേകരുണ്ട്.
അപ്പോൾ അനേർക്കും ജോലി, അവിടെ ഉള്ള ജോലി പോലും പോകുമോ എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു വ്യവസായം തുടങ്ങി എന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇത് സാധനം വയ്ക്കുന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു പരിമിതമായ ചിന്തയിലായിരിക്കരുത്. നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് അവിടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണ് തുറന്ന് നോക്കുക. അവിടെ നോക്കുക, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഇതിൽ പലതും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക. അവിടുത്തെ മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പലതും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നാണ്. എങ്കിൽ നിങ്ങൾക്കും അതിൽ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ ആ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, അതിനപ്പുറത്തെ രാജ്യങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്കതിന് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ആവശ്യം എന്താണ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് അതനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതെല്ലാം വിദേശത്ത് കയറ്റുമതി ചെയ്ത് അവിടുത്തെ പണം നിങ്ങളുടെ അടുത്തേക്കും ഈ രാജ്യത്തിലേക്കും കൊണ്ടുവരുവാനായിട്ടുള്ള പൊട്ടൻഷ്യൽ സാധ്യത നിങ്ങൾക്കുണ്ട്. ഇവിടുന്ന് നല്ല ഒരു ജോലിക്കാരനായിട്ട് ഒരുവിധം നല്ല ജോലി ചെയ്ത് ജീവിച്ചിട്ട് അമേരിക്കയിലും മറ്റും പോയി ഒരു വളരെ ദയനീയാവസ്ഥയിൽ ജോലി ചെയ്ത് കഴിയുന്ന മനുഷ്യരുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ആത്മാഭിമാനവും നമ്മുടേതായ സാധ്യതകളും ആ ലക്ഷ്യം വെച്ച് നല്ലൊരു ജീവിതവും സാധിക്കും. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ ഒരു രാജകുമാരനെ പോലെ ഒരു എക്സ്പോർട്ടറായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുവാനായിട്ട് നിങ്ങൾക്കിടയായി തരും. ഒരു കൂലിപ്പണിക്കാരനായിട്ട് പോയിരുന്ന നിങ്ങൾ ഒരു എക്സ്പോർട്ടറായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും, പലതുമായി തീരുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് പറയുകയാണ് ഇതൊന്ന് വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തയെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയില്ല, വിട്ടുകളഞ്ഞേക്കുക. എന്നാൽ ഇത് ഞാൻ പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ഉത്തേജനം പ്രാപിക്കാൻ കഴിയുന്ന ചില ആളുകളെങ്കിലുമുണ്ട്, ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ചില ആളുകളെങ്കിലുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തും. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ സൗദി അറേബ്യയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും തിരിച്ചു വരുന്ന ആളുകൾ ഇവിടെ വന്ന് അനേക വ്യവസായങ്ങൾ തുടങ്ങി അവരുടെ ഉൽപ്പന്നങ്ങൾ ആ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്തക്ക രീതിയിൽ ഒരു മൈൻഡ് സെറ്റുമായിട്ട്, അഥവാ അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കം നടത്തിയാൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു വ്യവസായം പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് ഒരു നല്ല വ്യവസായിയായിട്ട് വളരുവാനും സാധിക്കും. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മോഹങ്ങൾ മരവിച്ചിരിക്കുകയാണെങ്കിലും അതിന് പുതുനാമ്പുകൾ ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റിയ കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുറത്തെടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വലിയ വലിയ വരുമാന മാർഗങ്ങൾ വരുന്ന അതിലൂടെ ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ കഴിവുകളെ മിനുക്കിയെടുക്കുക, അതിനെ മൂർച്ച കൂട്ടിയെടുക്കുക, അതിനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്ന രീതിയിൽ എടുക്കുക. അത് നമ്മളുടെ ലഭിച്ചിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനായിട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ആരും കൊണ്ട് പൈസ കൊടുത്തേച്ച് പോയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് അത് പണമായി വരുമാനമായി വരുന്നത്. അല്ലെ, നിങ്ങളൊരു നല്ല പാടാൻ കഴിവുള്ള ആളാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ പാടിയല്ല എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. എന്നാൽ നിങ്ങൾ പാടുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുന്ന ആളുകൾ പലരും നിങ്ങൾക്ക് പല പ്രതിഫലങ്ങളും സമ്മാനങ്ങളും നൽകിയെന്നിരിക്കും. ഇതുപോലെയാണ് ഓരോ കഴിവും.
അത് മറ്റുള്ളവർക്കായി വിനിയോഗിക്കത്തക്ക രീതിയിൽ അതിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് വരുമാന മാർഗങ്ങൾ, ആത്മസംതൃപ്തി, നിങ്ങളുടെ നല്ല ഭാവി അതിലൂടെ തെളിഞ്ഞു വരുവാൻ ഇടയായിത്തീരും. അതിനാണ് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉണർന്ന് എഴുന്നേൽക്കുക. ഓൾ ദ ബെസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. താങ്ക് യു.